ഇന്നും തെരച്ചിൽ ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. പ്രതികൂല കാലാവസ്ഥയിലാണ് ഇപ്പോൾ ഷിരൂർ. അവിടെ ക്യാമ്പ് ചെയ്യുന്ന നമ്മുടെ വാർത്താ സംഘത്തിൻ്റെ മേധാവി ആഷ്മി താജ് ഇബ്രാഹിം വീണ്ടും ചേരുന്നു. ആഷ്മി, എന്തെങ്കിലും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരങ്ങൾ നമുക്ക് അവിടെ നിന്ന് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുണ്ട്? ഉത്കണ്ഠാഭരിതമായ മനസ്സാണ് ഇപ്പോൾ മലയാളി സമൂഹത്തിന് ലോകമെമ്പാടും. ആളുകളൊക്കെ തമ്മിൽ കാണുമ്പോൾ ചോദിക്കുന്ന ചോദ്യം, അർജുൻ രക്ഷപ്പെട്ടോ, അർജുൻ എന്ത് പറ്റി, അർജുൻ തിരിച്ചു വന്നോ, ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ മലയാളികൾ പരസ്പരം കാണുമ്പോൾ ചോദിക്കുന്നതെന്ന് പറയുന്നു. എന്തെങ്കിലും വിവരങ്ങൾ? ആ വിവരങ്ങൾ വൈകുമ്പോൾ ഉറപ്പായും ആ മലയാളി രോഷാകുലനാകുന്നുണ്ട്, നിരാശപ്പെടുന്നുണ്ട്, ധാർമ്മിക രോഷം കൊള്ളുന്നുണ്ട്, വേദനിക്കുന്നുണ്ട്, പ്രാർത്ഥനാപരിതമാകുന്നുണ്ട്. എസ്കെൻ എന്തായാലും ഇവിടെ നൽകുന്ന ഏറ്റവും ഒടുവിലത്തെ വിവരം, എസ്കെൻ നമ്മൾ രാവിലെ ഒരു അഞ്ചരയായപ്പോൾ ഇവിടെ വന്നതാണ്. അപ്പോൾ മുതൽ തുടങ്ങിയ കനത്ത മഴയും കാറ്റും ജസ്റ്റ് ഒന്ന് മാറുന്നു. എസ്കെൻ അത് നല്ല സൂചനയാണോ എന്നറിയില്ല. അതാ ഒരു ചെറിയ വെയിൽ സൂര്യനൊക്കെ കണ്ടു തുടങ്ങുന്നുണ്ട്. ചെറിയ വെയിൽ പോലും ഇങ്ങോട്ട് വരുന്നു. എസ്കെൻ ഈ തരത്തിലാണ് കാലാവസ്ഥ. ഇന്ന് രാവിലത്തെ പെരുമഴയുടെ അന്തരീക്ഷവും മാറി. ഇനി വീണ്ടും പഴയതുപോലെ മഴയാവാതെ ചെറിയ അധികം വെയിൽ വരണ്ട, ഇങ്ങനെ നിന്നാൽ മതി. മഴയില്ലാതെ അങ്ങ് നിന്ന് കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് രക്ഷാദൗത്യത്തിൽ ഒരു പോസിറ്റീവ് സിഗ്നൽ തന്നെയാണ്. പക്ഷെ നമുക്ക് ഈ വെയിലിനെ വിശ്വസിക്കാൻ കഴിയാത്തതിന് കാരണം പോയ മണിക്കൂറിലൊക്കെ ഇവിടെ ആഞ്ഞുകുത്തി മഴ പെയ്യാൻ നിമിഷങ്ങൾ മാത്രം മതി. നനച്ചിരിക്കാതെ ഒരൊറ്റ പെയ്ത്താണ് എസ്കേൻ പെയ്യുന്നത്. അങ്ങനെയുള്ള പെയ്ത്തുകൾ ഉണ്ടാവാതിരുന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഒരു പോസിറ്റീവ് സിഗ്നൽ ഉണ്ട്. എന്തായാലും ആർമി സംഘം രാവിലെ തന്നെ അകത്തേക്ക് പോയി. അല്പസമയം മുൻപാണ് നേവി ഡൈവർ സംഘം അകത്തേക്ക് പോയത്. അതിനുള്ളിൽ നടക്കുന്ന എസ്കേൻ വീണ്ടും ഈ സ്പോട്ട് 3 എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട അർജുനുള്ള ട്രക്ക് അതിന്റെ ക്യാബിനുണ്ടെന്ന് കരുതപ്പെടുന്ന സ്പോട്ട് 3 ഒരു സോണാർ പരിശോധന വീണ്ടും നടത്താൻ പോകുന്നു. ഈ ട്രക്കിന് മുകളിലേക്ക് എത്രമാത്രം അടിഞ്ഞ് മണ്ണുണ്ട് എന്നറിയാൻ വേണ്ടിയാണ് സോണാർ പരിശോധന. അതിനുശേഷം ഡൈവർമാരുടെ നാവികസേന ഡൈവർമാർ അതിനുള്ളിൽ ജമ്പ് ചെയ്യുന്ന കാര്യം ഒരു തീരുമാനമുണ്ടാകുമെന്നാണ് എസ്കെൻ അറിയാൻ കഴിയുന്നത്. എന്ന് പറയുമ്പോൾ പോലും ഈ ഗംഗാവലി പുഴയിലെ കുത്തൊഴുക്ക് അതിഭീകരമാണ് എസ്കെൻ. അത് 6 to 8 നോട്ടിക്കലിൽ നിന്ന് അതിൽ കൂടുതൽ ഈ ദിവസങ്ങളിലെ ഇന്നലെ പെയ്ത കനത്ത മഴയിൽ ഉണ്ടായിട്ടുണ്ടെന്നാണ് ഇപ്പോൾ കിട്ടുന്ന അനൗദ്യോഗിക. അല്പസമയത്തിനകം നമുക്ക് കൃത്യം എത്രയാണ് അതിന്റെ യൂണിറ്റ്, എത്രയാണ് അതിന്റെ വാല്യൂ എന്ന് അല്പസമയത്തിനും അറിയാൻ കഴിയും. എന്തായാലും അത് കൂടുന്നു എന്നുള്ളതാണ്. നദിയിലെ ജലനിരപ്പ് ഉയരുന്നു. ആ കരയിലുള്ളവർ, കൊളവറ ഗ്രാമത്തിലുള്ള വീടൊക്കെ നഷ്ടപ്പെട്ട മനുഷ്യരോടൊക്കെ ഈ ജലനിരപ്പ് ഉയരുന്നതിനെ കുറിച്ചുള്ള മുന്നറിയിപ്പ് ഇപ്പോൾ നൽകുന്നുണ്ട് എന്നും അറിയാൻ കഴിയുന്നുണ്ട്. സ്കെൻ എന്തായാലും ആ കുത്തൊഴുക്ക് നിന്നേ മതിയാവുകയുള്ളൂ. തൽക്കാലം ഇപ്പോൾ ഈ വെയിൽ കാണുന്നു എന്നതുകൊണ്ട് ആ കുത്തൊഴുക്ക് കുറയുന്നു എന്ന് അർത്ഥമില്ല. ഇങ്ങനെ മഴ പെയ്യാതെ ഏറ്റവും ചുരുങ്ങിയത് ഒരു ദിവസമെങ്കിലും അങ്ങനെ മഴ പെയ്യുന്നാൽ മാത്രമേ ഏതെങ്കിലും തരത്തിൽ അല്പമെങ്കിലും ആ കുത്തൊഴുക്കിൽ ഒരു കുറവുണ്ടാവുകയുള്ളൂ. ഇവിടെ മാത്രമല്ല, മലമേഖലയിലും വൃഷ്ടിപ്രദേശങ്ങളിലും ഒക്കെ. എന്തായാലും അതിനെക്കുറിച്ച് വളരെ കീനായ ഒരു റിസ്ക് അനാലിസിസ് എന്ന് പറയുന്ന രീതിയിൽ എന്താണ് നദിയുടെ ആഴത്തിൽ അടിയൊഴുക്ക്, ഏത് സമയമാണ്. ഒരു നിമിഷം നമുക്ക് ഷഫീദ് റാവുത്തർ കൂടി നമുക്കൊപ്പം ശരിയാണ്. ഷഫീദ്, എനിക്ക് മനസ്സിലാക്കുന്നത് ഗംഗാവാലി പുഴയുടെ അങ്ങേ കരയിലാണ് ഇപ്പോഴുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഷഫീദ്, വിവരങ്ങൾ? ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന തത്സമയ ദൃശ്യങ്ങളാണ്. ഇപ്പോൾ അവിടെ ഈ തെരച്ചിലിനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ദൗത്യ സംഘം. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. നിങ്ങൾക്കറിയുന്നത് പോലെ അവിടെ ചില നിരോധനങ്ങൾ ഇന്നും നിലവിലുണ്ട്. ഇന്ന് അത് കുറച്ചുകൂടി കർക്കശമാക്കിയെന്നാണ് നമ്മൾ അറിയുന്നത്. നമുക്ക് സമീപത്ത് പോയി ഷൂട്ട് ചെയ്യാൻ കഴിയില്ല. എന്നാൽ വിദൂരത്തു നിന്നുള്ള ദൃശ്യങ്ങൾ നമ്മൾ പകർത്തി, നമ്മുടെ ക്യാമറയുടെ സാധ്യത വെച്ച് പകർത്തിയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഷഫീദ്, പറയൂ. എസ്കെൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ ഗംഗാവലി നദിയുടെ മറുകരയിലാണ്. അത് ഇവിടെ ഈ ഭാഗം മുഴുവൻ ഏതാണ്ട് ഒരു 45 കിലോമീറ്ററോളം കർണാടക പോലീസിന്റെ കർശന സുരക്ഷയുണ്ട്. അതിലവർ പറയുന്നത് സൈന്യത്തിന്റെ പരിശോധന തിരച്ചിലായതുകൊണ്ട് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നു. അത് മാത്രവുമല്ല, ഇനി ഏതെങ്കിലും തരത്തിൽ അങ്ങോട്ടേക്ക് പ്രവേശനം ഔദ്യോഗികമായി അറിയിക്കുകയാണെങ്കിൽ നമ്മളെ അറിയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് അത് ഈ വിദൂരതയിൽ അവരുടെ പാലത്തിന് മുകളിൽ നിന്നുള്ള ദൃശ്യമാണ്. അതിൽ നമുക്ക് കൃത്യമായി കാണാൻ സാധിക്കും ഈ തിരച്ചിലിന് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങൾ. ഈ സാനി എക്സ്കവേറ്റർ അത് 2 നദീതീരത്തേക്ക് ഇറക്കിയിട്ടുണ്ട്. അതുവഴി അതിൻ്റെ നീളം കൈകൾ മണ്ണ് മാറ്റുന്നതാണ് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ഇപ്പോഴും ഈ ജില്ലാ ഭരണകൂടം അവർ പറയുന്ന വിവരം അനുസരിച്ച്, കാർവാർ ജില്ലാ ഭരണകൂടം നൽകുന്ന വിവരം അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം, ആ നദീതടത്തിലെ മണ്ണ് അത് മുൻപ് ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ അത് കൂടുതലായി മാറ്റുന്നു. ആ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ച് ആ ചായക്കടയുണ്ടായിരുന്ന ആ ഭാഗത്തെ മണ്ണ് നീക്കം ചെയ്യുന്നതാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ തത്സമയം കാണാൻ കഴിയുന്നത്. മാത്രവുമല്ല, അതിൽ മറ്റ് ഉദ്യോഗസ്ഥരെ നമുക്ക് കാണാം. നേവിയുടെ ഉദ്യോഗസ്ഥർ അവിടെയുണ്ട്. പക്ഷെ അവരിതുവരെയും പുഴയിൽ ഇറങ്ങിയൊരു തിരച്ചിലേക്ക്, നദിയിൽ ഇറങ്ങിയൊരു തിരച്ചിലേക്ക് കടന്നിട്ടില്ല. ശ്രീകാന്തും ഹഷ്മിയും സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഡിങ്കി ബോട്ടുകൾക്ക് അവിടെ സ്റ്റേ ചെയ്യാനുള്ള സൗകര്യമില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ സൗകര്യങ്ങളുള്ള യന്ത്ര ബോട്ടുകൾ ഇവിടേക്ക് എത്തിച്ച് പുഴയിൽ നിലയുറപ്പിച്ചുകൊണ്ട് നദിയിൽ പരിശോധന, ഇതായിരിക്കും പ്രധാനമായും അവർ ലക്ഷ്യം വെക്കുന്ന കാര്യം. ഏതായാലും ഇപ്പോഴത്തെ ദൃശ്യങ്ങൾ നമുക്ക് അപ്ഡേഷൻ
അപ്ഡേഷൻ, ഏറ്റവും പുതിയ അപ്ഡേഷനുകൾ കാണാൻ സാധിക്കും. ഒരു കാര്യമായ തിരച്ചിൽ നമുക്ക് പറയാൻ കഴിയില്ല. വലിയ ഉദ്യോഗസ്ഥ പടയൊന്നും കഴിഞ്ഞ ദിവസത്തെ പോലെ അവിടെയില്ല. കാരണം അവർക്കിനി ഡ്രോൺ പരിശോധനയുടെ സാധ്യത അത് പരിശോധിക്കണം. അത് പരിശോധിച്ച ശേഷം മാത്രമായിരിക്കും ഉദ്യോഗസ്ഥരം വരുന്നത്. നിലവിൽ ഇപ്പോൾ ഈ കാർവാർ ആസ്ഥാനത്ത് അവരുടെ ഒരു യോഗം അത് ചേരുന്നുണ്ട് എന്നുള്ള വിവരം നമുക്ക് ലഭിച്ചു. താങ്ക് യു ഷഫീദ് റാവുത്തർ.